തലപ്പാടി മുതൽ തുമിനാട് വരെയുള്ള പുതിയ ദേശീയപാതയോരം മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. സർവീസ് റോഡിന്റെ ഇരുവശവും വലിയ രീതിയിലാണ് മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടിയിരിക്കുന്നത്. ദുർഗന്ധവും പകർച്ചവ്യാധി ഭീതിയും കാരണം പ്രദേശവാസികൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. പുതിയ ദേശീയപാതയിൽ തലപ്പാടി മുതൽ തുമിനാട് വരെയുള്ള ഭാഗത്തെ സർവീസ് റോഡിന്റെ ഇരുവശവും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയത് പ്രദേശത്തുള്ളവരുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ദുർഗന്ധവും പകർച്ചവ്യാധി ഭീതിയും കാരണം പ്രദേശവാസികൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. സർവീസ് റോഡിനരികിൽ മാലിന്യങ്ങൾ നിറഞ്ഞതിനാൽ മഴ വരുമ്പോൾ മലിനജലക്കെട്ടുകൾ രൂപപ്പെടുകയാണ്. മൂക്കുപൊത്തി മാത്രമേ ഇതുവഴി കടന്നു പോകുവാൻ പറ്റുകയുള്ളൂ. നിരവധി തവണ പഞ്ചായത്തിലും ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികളായ UK സൈഫുള്ള തങ്ങൾ, ഓട്ടോ ഡ്രൈവർമാരായ ദേവദാസ്, രവി ഷെട്ടി എന്നിവർ പറഞ്ഞു. വളരെയധികം മാലിന്യങ്ങൾ കൂമ്പാരമായി ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്ന പഞ്ചായത്ത് ബോർഡിനാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ശുചിത്വ മിഷൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ മിഷൻ അമ്പേ പരാജയമാണ്. അത് പഞ്ചായത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ പറ്റിയ ഏറ്റവും വലിയ പാളിച്ചയാണ് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ നിരന്തരമായി പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾ പരാതി പലതവണ പറഞ്ഞിട്ടും ഒരു നടപടിയും ഇതിനെതിരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതിൽ ഏറ്റവും ಖೇದಕರമായ ഒരു ಸಂಭವമാണ്. ಸರ್ವಿಸ್ ರಸ್ತೆಯಲ್ಲಿ ಎಲ್ಲ ವೇಸ್ಟನ್ನು ಎಸೆದು ಇಲ್ಲಿ ಬೀದಿ ನಾಯಿಗಳ ಹಾವಳಿ, ನಡೆದುಕೊಂಡು ಹೋಗುವಂಥ ಪರಿಸ್ಥಿತಿ ಇಲ್ಲ. ವಾಹನಗಳು ಓಡಾಟಕ್ಕೆ ಪರದಾಡುವಂಥ ಪರಿಸ್ಥಿತಿ ಇದೆ. ಅದೇ ರೀತಿ ಮೂಗು ಮುಚ್ಚಿಕೊಂಡು ಹೋಗುವಂಥ ಪರಿಸ್ಥಿತಿ ಇವತ್ತು ಇಲ್ಲಿ ಕಾಣುತ್ತಾ ಇದೆ. ಆ ಕ್ಯಾಮರಾವನ್ನು ಕೂಡಲೇ ಒಳಪಡಿಸಿ ಈ ಯಾರು ಇಲ್ಲಿ ವೇಸ್ಟೇಜ್ ಆಗ್ತಾರೋ ಅವರಿಗೆ ಅತ್ಯಧಿಕವಾದಂಥ ಫೈನನ್ನು ಹಾಕಿ ಆ ಗಾಡಿ ಅಂದರೆ ಗಾಡಿಯನ್ನು ಸೀಸ್ ಮಾಡಬೇಕು. ಮತ್ತು ನಡ್ಕೊಂಡು ಹೋಗುವವರಿಗೆ ಮತ್ತು ಬರುವವರಿಗೆ ಇಲ್ಲಿ ಒಳ್ಳೆಯ ಒಂದು ವಾತಾವರಣವನ್ನು ನಿರ್ಮಾಣ ಮಾಡಿ ಕೊಡಬೇಕು. ಇನ್ನು ಮುಂದೆ ಯಾರಾದರೂ ಇಲ್ಲಿ ಕಸವನ್ನು ಯಾರಾದರೂ ಬಿಸಾಡುತ್ತಿದ್ದರೆ ಅವರ ಮೇಲೆ ಕ್ರಮವನ್ನು ಜರುಗಿಸಬೇಕಂತ ಹೇಳಿಕೊಂಡು മാലിന്യങ്ങൾ നിറയുന്നതിനെ തുടർന്ന് ചെറിയ കുട്ടികൾക്ക് അസുഖം വരുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. പലപ്പോഴും രാത്രിയിലാണ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത്. ഇത് നിരീക്ഷിക്കാൻ സംവിധാനം ഒരുക്കുകയോ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യേണ്ട അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പ്രദേശത്തെ ജനങ്ങൾ ശുചിത്വവും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായി അടിയന്തരമായി മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും പ്രതിവാര ശുചിത്വ പരിശോധന നടത്തുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.